ഹായ്, എല്ലാവരും ഹാപ്പിയാണ്, ഹെൽത്തിയാണല്ലോ. നമ്മൾക്ക് നമ്മുടെ കുടുംബ ബന്ധം ഭദ്രമായിരിക്കാനുള്ള ഒരു കാര്യം പറയാം. ഹസ്ബൻഡ് വൈഫ് തുടക്കം മുതൽ ഓപ്പണായി സംസാരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം മാരേജ് കഴിയുമ്പോൾ നല്ല സ്നേഹമായിരിക്കും ഹസ്ബൻഡ് വൈഫിന്. അത് കഴിഞ്ഞാൽ അവർ കുറച്ച് ബാക്കിലോട്ട് വലിയും. ചിലപ്പോൾ വൈഫ് വലിയാറുണ്ട്, ചിലപ്പോൾ ഹസ്ബൻഡ് വലിയാറുണ്ട്. കാരണം എന്താണെന്നറിയാം? സെക്സ്വൽ ഫിയറാണ്. അത് ഓപ്പണായി പറയാൻ മടിച്ചിട്ട് ഭർത്താവും ഭാര്യൻ്റെ അടുത്ത് കിടക്കില്ല, ഭാര്യയും ഭർത്താവിൻ്റെ അടുത്ത് കിടക്കില്ല. ഒന്നിലെ ഭർത്താവിന് എന്തുണ്ടാവും? ഫിയർ ഉണ്ടാവും. ഫിയർ കാരണം അവർ ഡ്രിങ്ക്സ് അടിക്കുകയും ഹാൻഡ്സ് ലിപ്പിൻ്റെ അടിയിൽ വെക്കുകയും ചെയ്ത് അടുത്ത് കിടക്കാൻ വരികയാണെങ്കിൽ ഒരിക്കലും ഒരു സ്ത്രീക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാം? അതിൻ്റെ സ്മെല്ല് അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു സെക്സ്വൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ നല്ല വൃത്തിയും വെളുപ്പിലും ഇരുന്നാൽ മാത്രമേ സ്ത്രീക്കും പുരുഷനും അതിൻ്റെ ഫീല് വരുള്ളൂ. ഇത് മാക്സിമം എല്ലാ വീടുകളിലും നടക്കുന്നുണ്ട്. ആരും ഓപ്പണായി അത് പറയുന്നില്ല. എല്ലാവർക്കും മടിയാണ്. ഒരു 50%, 20 വർഷം 25 വർഷം മുമ്പ് മാരേജ് കഴിഞ്ഞാൽ ഹസ്ബൻഡ് വൈഫിൽ നടക്കണ പ്രശ്നമാണ് കൂടുതലും. കാരണം ഹസ്ബൻഡ് വൈഫിൻ്റെ കൂടെ പോയി കിടക്കില്ല. ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. വൈഫ് എന്തെങ്കിലും പറഞ്ഞാൽ അവരനുസരിക്കുകയില്ല. എന്താണെന്നറിയോ? ഇങ്ങനത്തെ കാര്യം നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ. പക്ഷെ ഇവർക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടെ ഹസ്ബൻഡ് വൈഫ് ഇല്ലെങ്കിലും ഇവർ ഡ്രിങ്ക്സ് അടിച്ച് ഇവരുടെ ലൈഫിനെ സ്പോയിൽ ചെയ്യുകയാണ്. അത് ഭാര്യയ്ക്ക് വിഷമങ്ങൾ ഉണ്ടാക്കും, ഭർത്താവിനും വിഷമം ഉണ്ടാക്കും. അത് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ ശ്രമിക്കുക. ഓരോ വീടുകളിലും നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് സെക്സ്വൽ ഫിയർ കാരണം ഡിവേഴ്സ് വരെ നടക്കുന്നുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ തുറന്നു പറയാനുള്ള ധൈര്യം ആ കുട്ടികൾക്കില്ല. സെക്സ്വലിനെ പേടിയാണെന്നാണ് പറയണത്. ആ പേടി മാറ്റാനുള്ള ഒരുപാട് ഡോക്ടേഴ്സുമാരും കുറേ കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റും സെക്സ്വൽ തെറാപ്പി എല്ലാം ഉണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വന്തം വൈഫിനെ കുറ്റപ്പെടുത്തിയിട്ടോ ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തിയിട്ടോ ഒരു കാര്യം. ഒരുപാട് പുരുഷന്മാരും സ്ത്രീകളും തുറന്ന് സംസാരിക്കാതെ സ്വന്തം ജീവിതത്തെ തന്നെ നശിപ്പിച്ച് ജീവിതം തന്നെ സ്പോയിലാക്കിയിട്ടുണ്ട്. ഈ വാക്കുകൾ കേൾക്കുമ്പോഴെങ്കിലും നിങ്ങൾ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞ് സ്വന്തം വൈഫിൻ്റെ കൂടെ ഹാപ്പിയായി ഇരിക്കാൻ പഠിക്കുക. എന്ത് തെറ്റുണ്ടെങ്കിലും ഓപ്പണായി പറഞ്ഞാൽ മതി. അല്ലാതെ ഒരു മൊബൈൽ എടുത്ത് മറ്റുള്ള അവിഹിതങ്ങളിലേക്ക് ചാറ്റ് ചെയ്യുകയും സമയം കളയുകയും ഡ്രിങ്ക്സ് അടിക്കുകയും ഹാൻഡ്സ് ചുണ്ടിൽ വെക്കുകയും ചെയ്ത് സമയം സ്പോയിലാക്കിയിട്ട് ഒരു കാര്യമില്ല. സ്വന്തം കുടുംബത്തിൽ വൈഫും ഹസ്ബൻഡും ഹാപ്പിയായി ഇരുന്നാൽ മാത്രമേ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് തിരിച്ചറിയണം നിങ്ങൾ. തീർച്ചയായും ഇത് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെ കുടുംബത്തിലും ഉണ്ട്. തിരിച്ചറിയുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഓൾ.